ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ, അതായത് ഏറ്റവും ഫസ്റ്റത്തെ പാർട്ടിലെ ബയോടെക്നോളജിയുടെ ടൂൾസ്, പ്രിൻസിപ്പിൾസ്, അതിന്റെ പ്രോസസ്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള സെക്ഷനിൽ എടുത്തത് ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് ആണ്. ഇനി ഈ പാർട്ടിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ട്രാൻസ്ജെനിക് ആനിമൽസ്, അതുപോലെ തന്നെ ബയോസേഫ്റ്റി ഇഷ്യൂസ്, പിന്നെ ബയോ പൈറസി, പാറ്റന്റ്, അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ എത്ര ട്രാൻസ്ജെനിക് ആനിമൽസിനെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം? ഇപ്പൊ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാകും ട്രാൻസ്ജെനിക് ആനിമൽസിനൊക്കെ പറ്റിയിട്ട്. ഇപ്പൊ ന്യൂസിലൊക്കെ ആയാലും വരുന്നതാണ്. അതുപോലെ ചില മൂവീസിലൊക്കെയും ട്രാൻസ്ജെനിക് ആനിമൽസിനെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ ട്രാൻസ്ജെനിക് ആനിമൽസിനെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം? ഓക്കെ, അതായത് ഇപ്പം ആൻഡി, അതായത് ANDI, ആൻഡി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫ്ലൂറസെന്റ് മങ്കിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഓക്കെ, ഗ്രീൻ കളേർഡ് മങ്കി. അപ്പം അതൊക്കെ എന്താണ്, ബയോടെക്നോളജി യൂസ് ചെയ്തിട്ട് അവരുടെ DNA മാനിപ്പുലേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ട്രാൻസ്ജെനിക് ആനിമൽസ് ആണ്. അപ്പം ഈ ആന്റി എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് വെച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ DNA തിരിച്ചിട്ടാൽ അത് ആൻഡ് എന്നാണ് വായിക്കുക. അതുപോലെ ഐ എന്ന് പറയുന്നത് ഒരു ഫോറിൻ ജീൻ ഇൻസേർട്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു അവരുടെ DNA ചേഞ്ച് വരുത്തിയിട്ട് ഇങ്ങനെ ഒരു ട്രാൻസ്ജെനിക് ആനിമൽ ആക്കി അതിനെ മാറ്റിയിട്ടുള്ളത്. അപ്പൊ അത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസേർഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് ആ പേര് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ റോസി എന്ന് പറഞ്ഞിട്ടുള്ള കൗ, അതൊക്കെയും ട്രാൻസ്ജെനിക് കൗസ് ആണ്. അപ്പൊ ഇവര് ഇപ്പൊ ട്രാൻസ്ജെനിക് കൗ ആയിട്ടുള്ള റോസി പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കിൽ ഒരുപാട് പ്രോട്ടീൻസ്, ഹ്യൂമൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം അത് ഇപ്പൊ ഹ്യൂമൻസിന് യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ട്രാൻസ്ജെനിക് കവിനെ ഇങ്ങനെ അവര് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ട്രാൻസ്ജെനിക് കൗ ആയിരുന്നു റോസി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ജെനിക് ആനിമൽസിനൊക്കെയും ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പിന്നെ എന്തൊക്കെയാണ് അവര് തരുന്നത്, ഈ ട്രാൻസ്ജെനിക് ആനിമൽസിനെ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് ട്രാൻസ്ജെനിക് ആനിമൽസ് എന്താണെന്ന് നോക്കാം. അപ്പം നമുക്കറിയാം എല്ലാ ആനിമൽസിലും അവർക്ക് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ DNA ആയിരിക്കും, ചിലപ്പോൾ RNA ആയിരിക്കും. അപ്പൊ RNA വൈറസിലൊക്കെ RNA ആണ് അവരുടെ ജനറ്റിക് മെറ്റീരിയൽ. അപ്പൊ യൂഷ്വലി ആനിമൽസിന് എല്ലാവർക്കും DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ഉണ്ടായിരിക്കുക. അപ്പൊ ഈ അവരുടെ DNA മാനിപ്പുലേഷൻസ് വരുത്താം. ഇപ്പൊ ചില ഫോറിൻ ജീൻസ് ഒക്കെ ഇവരുടെ ജീനിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഇവരുടെ DNA കൊണ്ടുപോയിട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അവിടെ അവരുടെ DNA നമ്മൾ എന്ത് ചെയ്യാണ്, മാനിപ്പുലേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അവരുടെ DNA ഓൾറെഡി ഉള്ള DNA കെമിസ്ട്രി ഓൾട്ടർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ അവരുടെ ഓൾറെഡി ഉള്ള DNA അല്ലെങ്കിൽ ജനറ്റിക് മേക്കപ്പിനെ ഓൾട്ടർ ചെയ്യുക അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് വഴി നമ്മൾ ഉദ്ദേശിക്കുന്ന ആനിമൽ ആയിട്ട് അത് മാറാണ് ചെയ്യുന്നത്. ഇപ്പം മൈസിലൊക്കെയാണ് കുറച്ചും കൂടി ഇപ്പം ഒരുപാട് ജീൻസ് ഒക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇതുപോലെയുള്ള ട്രാൻസ്ജെനിക് മൈസസ് ആക്കി മാറ്റിയിട്ടുള്ളത്. ഒരു 95% ഇങ്ങനെ ട്രാൻസ്ജെനിക് ആനിമൽസ് ഏത് ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൈസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം മൈസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ ഓർഗാനിസം ആണ്. ഇപ്പം ഡ്രോസോഫില, അതൊക്കെ എന്താണ്, ലാവേഴ്സ് ആണ്. അപ്പം ഇതൊക്കെയും ഇതുപോലെ എക്സ്പെരിമെന്റൽ ഓർഗാനിസം ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്സ്പെരിമെന്റൽ ഓർഗാനിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഈ മൈസ് എന്ന് പറയുമ്പം അതിന് ഒരുപാട് ലൈഫ് സ്പാൻ ഒന്നും കാണില്ല. ഇപ്പൊ ഹ്യൂമൻസിനൊക്കെ ആകുമ്പോൾ ഒരു 100 ഇയേഴ്സ് ഒക്കെ ലൈഫ് സ്പാൻ നമുക്ക് പറയാം. അതിൽ കൂടുതലുള്ളവരും ഉണ്ട്, പക്ഷെ അത്രയും ഉണ്ടായിരിക്കും ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. പക്ഷെ ഈ മൈസിനൊന്നും അത്രയും ലൈഫ് സ്പാൻ ഇല്ലാത്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് അറിയാനും അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാനും, അതുപോലെ ഈ ഒരു ജീൻ കാരണം ഇവര് ഡെത്ത് ആവുന്നത് വരെയും എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനും അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാനൊക്കെയും പറ്റും. കാരണം ഓൾറെഡി മൈസിന്റെ ലൈഫ് സ്പാൻ കുറവാണ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഇവരുടെ ഡെത്ത് വരെയും ആ ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ ആ ഒരു DNA അതിൽ ഇൻസേർട്ടഡ് ആയിട്ടുള്ള ജീൻ എക്സ്പ്രസ്ഡ് ആകുമ്പോൾ ആ ഒരു ഇതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഇതുകൊണ്ട് എന്തെങ്കിലും ഡിസീസസ് ഉണ്ടാകുന്നുണ്ടോ, അപ്പൊ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതുപോലെ ഷോർട്ട് ലൈഫ് സ്പാൻ ഉള്ള ഓർഗാനിസത്തിനെ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ കൂടുതലും യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള മൈസസ് ആണ്. ഇപ്പൊ ഈ മൈസസിൽ ഇപ്പൊ ഒരു എക്സ്പെരിമെന്റ് വാക്സിൻസ് ഒക്കെ നമ്മൾ
സിന്തസൈസ് ചെയ്യുന്നുണ്ട് ബയോടെക്നോളജിയിൽ. അപ്പൊ ഈ വാക്സിൻസ് ഒക്കെ നമുക്ക് നേരിട്ട് ഹ്യൂമൻസിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അതിന് എന്തെങ്കിലും ആഫ്റ്റർ ഇഫക്ട്സ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയാലാണ് ഇതുപോലെയുള്ള വാക്സിൻസ് ഹ്യൂമൻസിന് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുള്ളൂ. അപ്പം ഇത് ആരിലാണ് ഇത് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക? അതിന് ഇപ്പോൾ ഒരു ലൈവ്ലി ആയിട്ടുള്ള ഒരു ബോഡി വേണം. അപ്പൊ അതിനാണ് ഇതുപോലെയുള്ള ഷോർട്ട് ലൈഫ് സ്പാൻ ഉള്ള മൈസസ് അതുപോലെയുള്ള ഓർഗാനിസത്തിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം അത് ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള ട്രാൻസ്ജനിക് ആനിമൽസ് ഇതുവരെ സിന്തസൈസ് ചെയ്ത് അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ട്രാൻസ്ജനിക് ആനിമൽസ് എന്ന് പറയുന്നത് ഈ മൈസസ് ആണ്. ഇനി ഇപ്പൊ നമുക്ക് ഓൾറെഡി ട്രാൻസ്ജനിക് ആനിമൽസ് എന്താണെന്നുള്ളത് മനസ്സിലായി. ആനിമൽസിന്റെ DNA ഉണ്ട്, അതാണ് അവരുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ആ ഒരു DNA കെമിസ്ട്രീനെ ഓൾട്ടർ ചെയ്യുക. എന്നിട്ട് അതിലോട്ടൊരു എങ്ങനെയാണോ ഓൾട്ടർ ചെയ്യുന്നത് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അതിലോട്ടൊരു ഫോറിൻ DNA അല്ലെങ്കിൽ ഫോറിൻ ജീൻ അത് കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതുവഴി ആ ഒരു ഫോറിൻ ജീനിന്റെ എക്സ്പ്രഷൻ അവിടെ ഉണ്ടാകും. അതുവഴിയാണ് എന്തുണ്ടാകുന്നത്, ഈ നോർമൽ ആനിമൽസ് ട്രാൻസ്ജനിക് ആനിമൽസ് ആയിട്ട് മാറുന്നത്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു കാര്യം ആ ഒരു ന്യൂലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള ആനിമൽസ് കാണിക്കുകയാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ട്രാൻസ്ജനിക് ആനിമൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് നമ്മൾ പറയേണ്ട കാര്യം, ആനിമൽസിന്റെ DNA മാനിപ്പുലേറ്റ് ചെയ്യുന്നത് വഴി അവര് എക്സ്ട്രാ ജീൻ ഫോറിൻ ജീൻ അവരുടെ ഓൾറെഡി ഇൻസെർട്ടഡ് ആയിട്ടുണ്ടാകും. അതുവഴി അവരൊരു ഈ ഫോറിൻ ജീനെ എക്സ്പ്രസ് ചെയ്യും. എക്സ്പ്രസ് ചെയ്യുന്നത് വഴിയാണ് അവർ ട്രാൻസ്ജനിക് ആനിമൽസ് ആകുന്നത്. ഓക്കെ, അപ്പം ട്രാൻസ്ജനിക് റാറ്റ്സ് ഉണ്ട്, ട്രാൻസ്ജനിക് റാബിറ്റ്സ് ഉണ്ട്, ട്രാൻസ്ജനിക് പിഗ്സ് ഉണ്ട്, ട്രാൻസ്ജനിക് ഷീപ്സ് ഉണ്ട്, ട്രാൻസ്ജനിക് കൗ ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു റോസി. ട്രാൻസ്ജനിക് ഫിഷസ് ഉണ്ട്. അങ്ങനെ ഒരുവിധം ട്രാൻസ്ജനിക് ആനിമൽസിനേക്ക് നമ്മൾ ഇതുവരെയും സിന്തസൈസ് ചെയ്തിട്ടുണ്ട്. 95% എക്സിസ്റ്റിംഗ് ട്രാൻസ്ജനിക് ആനിമൽസ് എന്ന് പറയുന്നതും മൈസസ് ആണ്. കാരണം അവരൊരു എക്സ്പെരിമെന്റൽ ഓർഗാനിസം ആണ്. അതുകൊണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ മൈസിനെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അതിന് കുറച്ചും കൂടി റീസൺസ് ഉണ്ട്. അപ്പൊ അത് ആ റീസൺസ് എന്തുകൊണ്ടാണ് ഈ ട്രാൻസ്ജനിക് ആനിമൽസ്, അതിനുള്ള റീസൺസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ഏറ്റവും ഫസ്റ്റ്, നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെന്റ്. ട്രാൻസ്ജനിക് ആനിമൽസിനൊക്കെയും അവരെ നമ്മൾ ഈ ട്രാൻസ്ജനിക് ആനിമൽസ് ആയിട്ട് സിന്തസൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് തന്നെ എങ്ങനെ ഒരു ജീൻ ഡെവലപ്പ് ഒരു ജീൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു, ആ ഒരു ജീനിനെ എങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നു, അതൊക്കെ സ്റ്റഡി ചെയ്യാൻ. അതുപോലെ തന്നെ ഈ ഇപ്പം ഓൾറെഡി ഇപ്പോ ട്രാൻസ്ജനിക് ആനിമൽസ് ആയാലും അവരുടെ ബോഡി കൊണ്ടുപോകുന്ന കുറെ നോർമൽ ഫങ്ഷൻസ് ഉണ്ട്. അതിനൊക്കെയും ഈ ഒരു ജീൻ എഫക്ട് ചെയ്യുന്നുണ്ടോ, എങ്ങനെ ഡെവലപ്മെന്റിൽ എഫക്ട് ചെയ്യുന്നുണ്ടോ. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഡെത്ത് വരെയും സ്റ്റഡി ചെയ്യാനാണ് ഇതുപോലെയുള്ള ഷോർട്ട് ലൈഫ് സ്പാൻ ഉള്ള ആനിമൽസിന് എടുക്കുന്നത്. അപ്പം ഡെത്ത് വരെയും അവർക്ക് അവരുടെ ഡെവലപ്മെന്റിൽ എന്തെങ്കിലും എഫക്ട് ഈ ഒരു ജീൻ കൊണ്ടുവരുന്നുണ്ടോ, അല്ലെങ്കിൽ നോർമൽ ഫങ്ഷൻസിനെ എഫക്ട് ചെയ്യുന്നുണ്ടോ, പിന്നെ ഈ ജീൻസ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇത് ഫോം ചെയ്യുന്നത്, പിന്നെ എങ്ങനെ ഈ ജീൻസ് റെഗുലേറ്റഡ് ആകുന്നു, ഇതൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ജനിക് ആനിമൽസിനെ യൂഷ്വലി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോംപ്ലക്സ് ഫാക്ടർ ആണ് ഇപ്പം ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒക്കെ. അത് ഗ്രോത്തിൽ കോംപ്ലക്സ് ഫാക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒക്കെ. അപ്പം ഇവരെ കുറിച്ച് സ്റ്റഡി ചെയ്യാനൊക്കെയാണ് ഇതുപോലുള്ള ട്രാൻസ്ജനിക് ആനിമൽസിനെ യൂസ് ചെയ്യുന്നത്. എന്തിനൊക്കെ പറ്റി സ്റ്റഡി ചെയ്യാൻ? ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ്. അപ്പൊ ഇതിനൊക്കെ പറ്റി സ്റ്റഡി ചെയ്യാനൊക്കെ എന്ത് യൂസ് ചെയ്യാം? നമുക്ക് ട്രാൻസ്ജനിക് ആനിമൽസിനെ യൂസ് ചെയ്യാം. By introducing genes from other species that alter the formation of this factor. അതായത് ഇപ്പൊ വേറെ ജീൻസിനെ ഇപ്പൊ ഈ ഒരു സ്പീഷീസിൽ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യും? ഈ ഒരു ഫാക്ടറിനെ ഓൾട്ടർ ചെയ്യും, ഫാക്ടറിന്റെ ഫോർമേഷനെ ഓൾട്ടർ ചെയ്യും. ആൻഡ് സ്റ്റഡിങ് ദ ബയോളജിക്കൽ എഫക്ട്സ് ദാറ്റ് റിസൾട്ട്. അപ്പൊ ഈ ഒരു ഫാക്ടറിന്റെ ഫോർമേഷനെ ഓൾട്ടർ ചെയ്യുന്നത് വഴി അവിടെ എന്തൊക്കെ എഫക്ട്സ് വേറെ ഉണ്ടാകുന്നുണ്ട്, ബയോളജിക്കൽ എഫക്ട്സ് വരെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റി സ്റ്റഡി ചെയ്യാൻ പറ്റുന്നു. ഇൻഫർമേഷൻസ് ഈസ് ഒബ്റ്റെയിൻഡ് അബൌട്ട് ദ ബയോളജിക്കൽ റോൾ ഓഫ് ദ ഫാക്ടർ ഇൻ ദ ബോഡി. ഇനി ആ ഒരു ബയോളജിക്കൽ ഫാക്ടറിന്റെ ബോഡിയിലുള്ള റോൾ എന്താണ്, അത് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു കാര്യം, ഈ ഒരു ട്രാൻസ്ജനിക് ആനിമൽസിന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്തൊക്കെ യൂസ് ചെയ്യാം? നോർമൽ ഫിസിയോളജി, ഡെവലപ്മെന്റ്, അതിലൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, പ്രോബ്ലംസ് അവർ
ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ട്രാൻസ്ജനിക് ആനിമൽസിനെ യൂസ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഇപ്പോൾ നമ്മൾക്ക് ഓൾറെഡി ഫോറിൻ ജീൻ ആണ് ഇൻസേർട്ട് ചെയ്യുന്നത്, അതുവഴി നോർമൽ ഫിസിയോളജി അല്ലെങ്കിൽ ഡെവലപ്മെന്റിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് സ്റ്റഡി ചെയ്യാനായിട്ട് നമുക്ക് ഈ ട്രാൻസ്ജനിക് ആനിമൽസിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി സ്റ്റഡി ഓഫ് ഡിസീസസ്. ഇപ്പൊ നമുക്കറിയാം നമുക്ക് ഒരുപാട് ഡിസീസസ് വരുന്നതാണ്. അപ്പൊ ഈ ഡിസീസസ് ആരാണ് കോസ് ചെയ്യുന്നത്? ഇനി കോസ് ചെയ്താലും അതിൽ നിന്ന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സിന് നമുക്ക് ചെയ്യാൻ പറ്റൂ, എന്തെങ്കിലും ട്രീറ്റ്മെന്റ്സ് ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അതെല്ലാം സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഡിസീസ് എങ്ങനെയാണ് സിവിയർ ആകുന്നത് അതൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ട്രാൻസ്ജനിക് ആനിമൽസിനെ യൂസ് ചെയ്യാം. Okay, these transgenic animals are also designed to increase our understanding of how genes contribute to the development of diseases. എങ്ങനെയാണ് ഈ ജീൻസ് ഡിസീസിന്റെ ഡെവലപ്മെന്റിന് കാരണമാകുന്നത്, അല്ലെങ്കിൽ ഡിസീസിന്റെ ഡെവലപ്മെന്റിന് കാരണമാകുന്നത് എന്നുള്ളത് പഠിക്കാൻ വേണ്ടി നമുക്ക് ട്രാൻസ്ജനിക് ആനിമൽസിനെ യൂസ് ചെയ്യാം. These are specifically made to serve as models for human diseases, so that investigation of new treatments for the disease is made possible. നമുക്ക് ഈ ഡിസീസിനെ കുറിച്ച് പഠിക്കുന്നത് വഴി എന്തെങ്കിലുമൊക്കെ ന്യൂ ട്രീറ്റ്മെന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ടുഡേ ട്രാൻസ്ജനിക് മോഡൽസ് എക്സിസ്റ്റ് ഫോർ മെനി ഹ്യൂമൻ ഡിസീസസ് ലൈക്ക് ക്യാൻസർ, സിസ്റ്റിക് ഫൈബ്രോസിസ്, റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അൽഷിമേഴ്സ്. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ ഡിസീസിനെ പറ്റി പഠിക്കാനുള്ള ട്രാൻസ്ജനിക് മോഡൽസ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ക്യാൻസർ ഇപ്പൊ നമുക്ക് ഹ്യൂമൻസിനെ വെച്ച് ഒരിക്കലും സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം അതിൽ ഒരുപാട് എത്തിക്കൽ ഇഷ്യൂസും പ്രൈവസി ഇഷ്യൂസ് ഒക്കെയും വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാൻസ്ജനിക് മോഡൽസിനെ വെച്ചിട്ടാണ് ഈ ഡിസീസിനൊക്കെ പറ്റി പഠിക്കുന്നത്. എന്തിനാണ് ഈ ഡിസീസിനെ പറ്റി പഠിക്കുന്നത്? ഒരുപാട് ട്രീറ്റ്മെന്റ്സ്, ഡയഗ്നോസിസും കാര്യങ്ങളൊക്കെയും ന്യൂലി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ജനിക് മോഡൽസിനെ വെച്ചിട്ട് ഈ ഡിസീസിനൊക്കെയും പറ്റി പഠിക്കുന്നത്. Then biological products. Medicines required to treat certain human diseases can contain biological products, but such products are often expensive to make. Transgenic animals that produce useful biological products can be created by introduction of portion of DNA or foreign genes which codes for a particular product such as human protein used to treat emphysema. അതായത് ആൽഫ-1 ആന്റിട്രിപ്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീന് എംഫസിമനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇങ്ങനെയുള്ള പ്രോട്ടീൻസ് ഒക്കെ നമുക്ക് എന്ത് വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ഈ ട്രാൻസ്ജനിക് ആനിമൽസിനെ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്കറിയാം ഇങ്ങനെയുള്ള പ്രോട്ടീൻസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫോറിൻ ജീൻ ഒരു ആനിമലിലോട്ട് ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോട്ടീൻസിനൊക്കെ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഹ്യൂമൻ പ്രോട്ടീൻ ആൽഫ-1 ആന്റിട്രിപ്സിൻ സിന്തസൈസ് ചെയ്യുന്നത് വഴി നമുക്ക് അത് യൂസ് ചെയ്തിട്ട് എംഫിസിമനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് പറയുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം ഹ്യൂമൻ ഡിസീസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, മെഡിസിൻസ് ആണ് അല്ലെങ്കിൽ വാക്സിൻസ് ആണ്. അപ്പൊ മെഡിസിൻസ് ഒക്കെ നമുക്ക് ബയോളജിക്കൽ പ്രോഡക്ട്സ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ബയോളജിക്കൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഓഫൻലി അത് എക്സ്പെൻസീവ് ആണ്. ഓക്കെ, അപ്പം ഈ ട്രാൻസ്ജനിക് ആനിമൽസിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബയോളജിക്കൽ പ്രോഡക്ട്സിനെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അതിനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഹ്യൂമൻ. ഇപ്പൊ നമുക്കറിയാം ഫോറിൻ ജീനെ ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതുപോലെയുള്ള പ്രോട്ടീൻസിനേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ട്രാൻസ്ജനിക് ആനിമൽസിനെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ജീനാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഹ്യൂമൻ പ്രോട്ടീൻസിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒന്നാണ് ആൽഫ-1 ആന്റിട്രിപ്സിൻ. അത് എംഫിസിമിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം ഫീനൽ കീറ്റോനൂറിയ PKUനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസീസിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രോട്ടീൻസ് നമ്മൾ ഇതുപോലെ ട്രാൻസ്ജനിക് ആനിമൽസിൽ നിന്നും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇൻ 1997 ഫസ്റ്റ് ട്രാൻസ്ജനിക് കൗ പേരാണ് റോസി, പ്രൊഡ്യൂസ്ഡ് ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്ക്. അതായത് ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യത്തെ ട്രാൻസ്ജനിക് കൗ ആയിരുന്നു റോസി. അപ്പൊ ഈ ഒരു മിൽക്ക് കൺസ്യൂം ചെയ്യുന്നത് വഴി നമ്മൾക്ക് എന്ത് കിട്ടും, ഒരുപാട് പ്രോട്ടീൻസ് കിട്ടും ഈ മിൽക്കിൽ നിന്നും. അപ്പൊ ഇതെന്താണ്, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഹ്യൂമൻസ് മാനിപ്പുലേറ്റ് ചെയ്തെടുത്തിട്ടുള്ള
ഹ്യൂമൻസിന് തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ റോസി എന്ന് പറയുന്ന ട്രാൻസ്ജനിക് കൗ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ മിൽക്ക് കൺസ്യൂം ചെയ്താൽ തന്നെ ഒരുപാട് പ്രോട്ടീൻസ് നമ്മുടെ ബോഡിയിലോട്ട് എൻ്റർ ആകുന്നുണ്ട്. ദ മിൽക്ക് കണ്ടെയ്ൻ ദ ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ ആൻഡ് was nutritionally a more balanced product for human babies than natural cow milk. അപ്പൊ നാച്ചുറൽ കൗ മിൽക്ക് യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവ് അല്ലെങ്കിൽ കുറച്ചും കൂടി ബാലൻസ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ന്യൂട്രീഷൻ കൂടിയ ഒരു മിൽക്കാണ് എന്ത് ഈ ഒരു റോസി തരുന്ന പ്രോട്ടീൻ എൻറിച്ചഡ് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? ആൽഫ ലാക്ടാൽബുമിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ ബയോളജിക്കൽ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് നമുക്ക് യൂസ് ചെയ്യാം? ട്രാൻസ്ജനിക് ആനിമൽസിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി വാക്സിൻ സേഫ്റ്റി. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ വാക്സിൻസ് ഒക്കെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ വാക്സിൻസ് ഒക്കെയും പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഒരിക്കലും ഹ്യൂമൻസിന് നേരിട്ട് അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ഹ്യൂമൻസിന് നേരിട്ട് അത് യൂസ് ചെയ്യാൻ കൊടുക്കില്ല. അത് നമുക്ക് ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ, ക്ലിനിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെയും ചെയ്യണം. അപ്പം ഇതുപോലെ വാക്സിൻ സേഫ്റ്റി നോക്കാനും നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പം ഒരു ലൈവ്ലി ആയിട്ടുള്ള ബോഡിയിലാണ് നമ്മൾ എപ്പോഴും വാക്സിൻ ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കത് ഡെത്ത് വരും, എന്തൊക്കെ കാര്യങ്ങളെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നു അതൊന്നും നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ വാക്സിൻസിന്റെ സേഫ്റ്റി അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ട്രാൻസ്ജനിക് ആനിമൽസിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ട്രാൻസ്ജനിക് മൈസ് ആർ ബീങ് ഡെവലപ്ഡ് ഫോർ യൂസ് ഇൻ ടെസ്റ്റിംഗ് ദ സേഫ്റ്റി ഓഫ് വാക്സിൻസ്. ഇപ്പൊ വാക്സിൻസിന്റെ സേഫ്റ്റി നോക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ജനിക് മൈസിനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ട്രാൻസ്ജനിക് മൈസസ് ആർ ബീങ് യൂസ്ഡ് ടു ടെസ്റ്റ് ദി സേഫ്റ്റി ഓഫ് പോളിയോ വാക്സിൻ. അതിനൊരു എക്സാമ്പിൾ ആണ് പോളിയോ വാക്സിന്റെ സേഫ്റ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ട്രാൻസ്ജനിക് മൈസിനെ യൂസ് ചെയ്തിട്ടാണ്. ഇഫ് സക്സസ്ഫുൾ ആൻഡ് ഫൗണ്ട് ടു ബി റിലയബിൾ, ഇനി അത് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് റിലയബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് എന്തിലോട്ട് റീപ്ലേസ് ചെയ്യുക? They could replace the use of monkeys to test the safety of batches of the vaccine. അതായത് ഇപ്പം ഓരോ ബാച്ച് വാക്സിൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ട്രാൻസ്ജനിക് മൈസിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനാണ് വാക്സിനേറ്റ് ചെയ്യുന്നത് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മൈസസിൽ അത് എന്താണ് സക്സസ്ഫുൾ ആണ്, റിലയബിൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളത് നെക്സ്റ്റ് മങ്കീസിലോട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യും. അങ്ങനെ മങ്കീസിലും അത് ടെസ്റ്റ് സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിലാണ് ഹ്യൂമൻസിന് അത് കൊടുക്കുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് പോളിയോ വാക്സിന്റെ കേസിൽ വരുന്നത്. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ പഠിച്ച് വെക്കുക, ചിലപ്പം അതായിരിക്കും എക്സാമിന് ചോദിക്കുക, എന്തുകൊണ്ടാണ് മൈസസിനെ ഈ വാക്സിൻ സേഫ്റ്റിയിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? അപ്പൊ എന്തുകൊണ്ടാണ്? അവര് ഓൾറെഡി എക്സ്പെരിമെന്റൽ ഓർഗാനിസം ആണ്, അതുപോലെ തന്നെ അവർക്ക് ഷോർട്ട് ലൈഫ് സ്പാൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഇനി കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിങ്ങിന് നമ്മൾ ഇതുപോലെ ട്രാൻസ്ജനിക് ആനിമൽസിനെയാണ് യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് നോൺ ആസ് ടോക്സിസിറ്റി ഓർ സേഫ്റ്റി ടെസ്റ്റിംഗ് എന്നൊക്കെ നമുക്ക് ഇതിന് പേര് പറയാം. ദ പ്രൊസീജിയർ ഈസ് ദ സെയിം ആസ് ദാറ്റ് യൂസ് ഫോർ ടെസ്റ്റിംഗ് ടോക്സിസിറ്റി ഓഫ് ഡ്രഗ്സ്. ഡ്രഗ്സിനെ ഇപ്പം അതിന്റെ ടോക്സിസിറ്റിനെ ടെസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിങ്ങും വരുന്നത്. ആ ഒരു പ്രൊസീജിയർ രണ്ടിന്റെ സെയിം ആണ്. Transgenic animals are made that carry genes which make them more sensitive to toxic substances than non-transgenic animals. അപ്പൊ ട്രാൻസ്ജനിക് ആനിമൽസിൽ ജീൻസ് ഓൾറെഡി നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു ജീൻസിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ആ ഒരു ജീൻസ് കൊണ്ട് ആ ട്രാൻസ്ജനിക് ആനിമൽസിന് ഉണ്ടാകുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ടോക്സിക് സബ്സ്റ്റൻസിന് ഒരുപാട് സെൻസിറ്റിവിറ്റി കാണിക്കും. ഓക്കെ, നോർമൽ അല്ലെങ്കിൽ നോൺ ട്രാൻസ്ജനിക് ആനിമൽസിനേക്കാളും കൂടുതൽ സെൻസിറ്റിവിറ്റി ടോക്സിക് സബ്സ്റ്റൻസിനോട് കാണിക്കുന്നത് ആരാണ്? ഈ ഒരു ട്രാൻസ്ജനിക് ആനിമൽസ് ആണ്. കാരണം അവർക്ക് ഓൾറെഡി അങ്ങനെയുള്ള ജീൻസിനെയാണ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകുക. ദേ ആർ ദെൻ എക്സ്പോസ്ഡ് ടു ദ ടോക്സിക് സബ്സ്റ്റൻസസ്. എന്നിട്ട് ഇവരെ നമ്മൾ എന്ത് ചെയ്യും? ടോക്സിക് സബ്സ്റ്റൻസസിനോട് എക്സ്പോസ്ഡ് ആക്കി കാണിക്കും. ഇനി ആൻഡ് ദ എഫക്ട്സ് ആർ സ്റ്റഡി. എന്നിട്ട് ഈ ഒരു ഇപ്പം ടോക്സിൻസ് അല്ലെങ്കിൽ ടോക്സിക് സബ്സ്റ്റൻസിനോട് ഇവർ തന്നെ എക്സ്പോഷർ ആക്കിയിട്ട് അവരെന്തൊക്കെ കാര്യങ്ങൾ പിന്നെ ചെയ്യുന്നു, അപ്പൊ അതിന്റെ ആ ഒരു ഇഫക്ട്സിനെയാണ് നമ്മൾ പിന്നീട് സ്റ്റഡി ചെയ്യുന്നത്. ടോക്സിറ്റി ടെസ്റ്റിംഗ് ഇൻ സച്ച് ആനിമൽസ് വിൽ അലോ അസ് ടു ഒബ്റ്റെയിൻ റിസൾട്ട്സ് ഇൻ ലെസ് ടൈം. അതായത് ഇപ്പൊ ഈ ടോക്സിറ്റി ടെസ്റ്റിംഗ് ഒക്കെ ആനിമൽസിൽ അല്ലെങ്കിൽ ട്രാൻസ്ജനിക് ആനിമൽസിൽ ചെയ്യുന്നത് വഴി നമുക്ക് റിസൾട്ട്സ് ലെസ് ടൈമിൽ കിട്ടും. അതായത് ഒരുപാട് ടൈം കൺസ്യൂമിങ് അല്ല ഈ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്.
പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ എഫക്ട്സും കാര്യങ്ങളും സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്ജനിക് ആനിമൽസിനെ യൂസ് ചെയ്താലുള്ള ഇപ്പം അഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പം നമുക്ക് പറയാം. ഏറ്റവും ഫസ്റ്റ് ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് അവരുടെ നോർമൽ ഫിസിയോളജി അല്ലെങ്കിൽ ഡെവലപ്മെന്റിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ ഒരു ജീൻ ഇൻസേർട്ടഡ് ആകുമ്പോൾ അന്ന് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ പറഞ്ഞത് സ്റ്റഡി ഓഫ് ഡിസീസിനെ പറ്റി സ്റ്റഡി ചെയ്യാനായിട്ട് ഇതുപോലെ ട്രാൻസ്ജനിക് ആനിമൽസിനെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബയോളജിക്കൽ പ്രോഡക്ട്സ്, ഏതൊക്കെ ബയോളജിക്കൽ പ്രോഡക്ട്സ് ക്രിയേറ്റഡ് ആകുന്നു, സിന്തസൈസ് ചെയ്യുന്നു, അതെല്ലാം പഠിക്കാനും അതെങ്ങനെയൊക്കെ യൂസ്ഫുൾ ആണ് അത് പഠിക്കാനും ട്രാൻസ്ജനിക് ആനിമൽസിനെ യൂസ് ചെയ്യാം. വാക്സിൻ സേഫ്റ്റി, ഇപ്പൊ നമുക്ക് പോളിയോ വാക്സിനും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ വാക്സിൻ സേഫ് ആണോ എന്നുള്ളതൊക്കെ സ്റ്റഡി ചെയ്യാൻ ട്രാൻസ്ജനിക് ആനിമൽസിനാണ് യൂസ് ചെയ്യുന്നത്. കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ്, കെമിക്കൽസ് സേഫ് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും ടോക്സിൻസ് അതിനോട് എങ്ങനെ ഈ ട്രാൻസ്ജനിക് ആനിമൽസ് അല്ലെങ്കിൽ ആ ഒരു ജീൻ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, എങ്ങനെ എക്സ്പോഷർ ആകുമ്പോൾ അത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അതെല്ലാം സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ജനിക് ആനിമൽസിനെയാണ് നമ്മൾ ഇപ്പം സ്റ്റഡി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അപ്പം ഇതൊക്കെയും നമ്മൾ ട്രാൻസ്ജനിക് ആനിമൽസിൽ ഇപ്പം സ്റ്റഡി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. അപ്പൊ അതുകൊണ്ടുള്ള ഏറ്റവും ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ ലെസ് ടൈം ആണ്, ഒരുപാട് ടൈം കൺസ്യൂമിങ് അല്ല, അപ്പൊ നമുക്ക് പെട്ടെന്ന് റിസൾട്ടും കാര്യങ്ങളൊക്കെയും കിട്ടുന്നുണ്ട്. അപ്പൊ അതാണ് ട്രാൻസ്ജനിക് ആനിമൽസിനെ കൊണ്ടുള്ള ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്തത് എത്തിക്കൽ ഇഷ്യൂസ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഇപ്പൊ ഹ്യൂമൻസിനെ വെച്ചിട്ടല്ല നമ്മൾ ഇപ്പൊ ടെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ഇപ്പൊ ഒരു ലൈവ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഒരുപാട് എത്തിക്കൽ ഇഷ്യൂസും കാര്യങ്ങളും നോക്കേണ്ടതുണ്ട്. അപ്പോൾ ദ മാനിപ്പുലേഷൻ ഓഫ് ലിവിങ് ഓർഗാനിസം ബൈ ദ ഹ്യൂമൻ റേസ് കനോട്ട് ഗോ ഓൺ എനി ഫർദർ വിത്തൗട്ട് റെഗുലേഷൻ. അപ്പൊ നമ്മൾക്കറിയാം, നമ്മളാണ് ഇങ്ങനെയുള്ള ലിവിങ് ഓർഗാനിസത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഏത് ഓർഗാനിസത്തിനും എപ്പോൾ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ളതല്ല, അതിന് സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ മാനിപ്പുലേഷൻസും ഒക്കെ സ്റ്റഡി ചെയ്യാൻ. അതിന് കടന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്, വയലേഷൻ ആണ്. അപ്പൊ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെ നമ്മൾ നേരിടേണ്ടി വരും. സം എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആർ റിക്വയർഡ് ടു ഇവാലുവേറ്റ് the mortality of all human activities that might help or harm living organisms. ഈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഈ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം എത്ര മോർട്ടാലിറ്റീസ്, എത്ര ഡെത്ത് നടക്കുന്നു, ഇനി ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പൊ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണോ അതോ ഹ്യൂമൻ റേസിന് തന്നെ ഇപ്പം അവർക്ക് എതിരായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളതൊക്കെയും സ്റ്റഡി ചെയ്യാൻ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം മാനിപ്പുലേറ്റ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്നതൊക്കെയും ഈ ഹ്യൂമൻ റേസിന് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണോ അതോ ഹ്യൂമൻ റേസിനെ തന്നെ ഇപ്പൊ നമുക്കറിയാം ബയോ വെപ്പൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഹ്യൂമൻ റേസിനെ കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഹ്യൂമൻ റേസിനെ കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതൊക്കെയും ഇവരാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഗോയിങ് ബിയോണ്ട് ദ morality of such issues, the biological significance of such things is also important. അപ്പൊ ഈ മൊറാലിറ്റി, ഇപ്പം നമുക്കറിയാം ലിവിങ് ഓർഗാനിസംസിനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ എത്രയായാലും അത് ലിവിങ് ആണ്. അപ്പം അതനുസരിച്ചുള്ള മൊറാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പം ഓരോ തിങ്സിനും അതിൻ്റെതായിട്ടുള്ള ബയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഫുഡ് ചെയിന്, ഫുഡ് വെബ്, ഇപ്പം ഓരോ ഓർഗാനിസത്തിനും ഈ ഫുഡ് ചെയിനും ഫുഡ് വെബിലും അവരുടേതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ എല്ലാ തിങ്സും എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. ഒരു മൊറാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇതുപോലെയുള്ള മാനിപ്പുലേഷൻസ് ഒക്കെയും ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, then genetic modification of organisms can have unpredictable results when such organisms are introduced into the ecosystem. ഇനി ഇപ്പം നമ്മൾ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്താൽ മാത്രം പോരാ, ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനെ നമ്മൾ ഇപ്പം എക്കോസിസ്റ്റത്തിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ഈ വേൾഡിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് എന്തെങ്കിലും അൺപ്രഡിക്റ്റബിൾ റിസൾട്ട്സ് ഉണ്ടാക്കൂ. അതും എന്താണ്, ഹ്യൂമൻ റേസിന് ഒരുപാട് ഡീമെറിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇതുപോലെയുള്ള ജനറ്റിക് മോഡിഫൈഡ് ഓർഗാനിസംസ്
ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി ചില അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അത് ഹ്യൂമൻ റേസിന് തന്നെ ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതെല്ലാം ഉണ്ടാകുക എന്നുള്ളതൊക്കെയും പഠിച്ചിട്ടാണ് ഈ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസത്തിനെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്കോസിസ്റ്റത്തിലോട്ടായാലും അതുപോലെ തന്നെ എക്കോളജിയിലോട്ടായാലും എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. Then, therefore, the Indian government has set up organizations such as, ഇപ്പം ഇന്ത്യൻ ഗവൺമെന്റ് ഇങ്ങനെയുള്ള മൊറാലിറ്റി കീപ്പ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ എത്തിക്കൽ ഇഷ്യൂസിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനെയെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഷോർട്ടാണ് GEAC, ജനറ്റിക്കലി എഞ്ചിനീയർഡ് അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. അത് ക്രോപ്പ് ആണോ, ആനിമൽ ആണോ, വേറെ എന്തെങ്കിലുമൊക്കെ ആണോ എന്നുള്ളത് മാത്രമല്ല, അത് ചെയ്യുമ്പോൾ എന്തെങ്കിലും എത്തിക്കൽ ഇഷ്യൂസിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടോ, മൊറാലിറ്റിനെ കീപ്പ് ചെയ്യുന്നുണ്ടോ, അതെല്ലാം നോക്കാൻ വേണ്ടിയിട്ട്, മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഈ ഒരു ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പൊ GEAC എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അബ്രീവിയേറ്റഡ് ഫോം തരും, എന്നിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറയും, എക്സ്പാൻഡ് ചെയ്യാൻ പറയും. അപ്പം എന്ത് ചെയ്യണം, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി എന്ന് എഴുതണം. ഇങ്ങനെയൊക്കെയാണ്, ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെ ആവും. ഇപ്പം ഓപ്ഷൻസ് തരുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആകും. അപ്പൊ കറക്റ്റ് ആൻസർ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെയുള്ള അബ്രീവിയേറ്റഡ് ഫോമിന്റെ എക്സ്പാൻഷൻ ഒക്കെ പഠിച്ചു വെക്കാം. വിച്ച് വിൽ മേക്ക് ഡിസിഷൻ റിഗാർഡിംഗ് ദ വാലിഡിറ്റി ഓഫ് GM റിസർച്ച്. അപ്പം ആ ഒരു GM റിസർച്ചിന്റെ വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെയും ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്, ഈ ഒരു കമ്മിറ്റിയാണ്. ആൻഡ് സേഫ്റ്റി ഓഫ് ഇൻട്രൊഡ്യൂസിങ് GM ഓർഗാനിസംസ് ഫോർ പബ്ലിക് സർവീസ്. ഇപ്പൊ പബ്ലിക് സർവീസിന് ഇതുപോലെയുള്ള GM ഓർഗാനിസംസ് അല്ലെങ്കിൽ GM ക്രോപ്സ് അതിനൊക്കെയും കൊടുക്കുന്ന സമയത്ത് അതിന്റെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെയും നോക്കുന്നത് ഈ ഒരു കമ്മിറ്റിയാണ്. ഓക്കെ. ദ മോഡിഫിക്കേഷൻ ഓർ യൂസേജ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ഫോർ പബ്ലിക് സർവീസ്, അതായത് ഫുഡ്, മെഡിസിന്, അതിൻ്റെയൊക്കെ സോഴ്സ് ആയിട്ട് പബ്ലിക് സർവീസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലിവിങ് ഓർഗാനിസത്തിനെ മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഹാസ് ഓൾസോ ക്രിയേറ്റഡ് പ്രോബ്ലംസ് വിത്ത് പേറ്റൻസ് ഗ്രാൻഡഡ് ഫോർ ദ സെയിം. അതായത് ഇപ്പം ഈ ഒരു ട്രാൻസ്ജനിക് ആനിമൽസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ പാറ്റന്റ് അതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇപ്പം GM ഓർഗാനിസത്തിന്റെ കേസ് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കുറെ പാറ്റന്റ് ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പൊ അതെന്താന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ യൂസ് ചെയ്ത് വരുന്ന ഒന്നാണ് നീം ടർമറിക് എന്ന് പറയുന്നതൊക്കെ. അപ്പൊ ഈ നീം ടർമറിക്കിന്റെ ഒക്കെ പാറ്റന്റ് ഓൾറെഡി ഫോറിൻ കൺട്രീസിനാണ്. കാരണം നമുക്ക് അതിന്റെ പാറ്റന്റ് എടുത്തു വെക്കാനുള്ള ആ ഒരു ഇത് ഉണ്ടായിരുന്നില്ല. അപ്പം അതിന്റെ പാറ്റൻസി ആര് കൊണ്ടുപോയി, ഫോറിൻ കൺട്രീസ് കൊണ്ടുപോയി. അതിന്റെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് അതിനെ കുറിച്ച് അറിയണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം അങ്ങനെ കൊണ്ടുപോയ സമയത്ത് നമ്മൾ ഓൾറെഡി അതിന് എതിരായിട്ട് കുറെ ഫൈറ്റ് ചെയ്തു. പക്ഷെ പാറ്റൻസി ഏറ്റവും ഫസ്റ്റ് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ ചേഞ്ചസും കാര്യങ്ങളും വരുത്താൻ പറ്റില്ല എന്നുള്ളതാണ് പാറ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിന്റെ ഒരു പ്രത്യേകത. പക്ഷെ അതിന് ഒരുപാട് ലോസും കാര്യങ്ങളും പിന്നീട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ പാറ്റന്റ് വേറൊരു കൺട്രീസിന്, ഇപ്പൊ ഓൾറെഡി യൂസ് ചെയ്യുന്ന കൺട്രിക്ക് അല്ലാതെ വേറൊരു കൺട്രീസിന് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇപ്പം റൂൾസും റെഗുലേഷൻസ് ഒക്കെയും ഇപ്പൊ നിലവിലുണ്ട്, പക്ഷെ അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നീമിന്റെ ടെർമറിക്കിന്റെയും പാറ്റൻസി മറ്റുള്ള ഫോറിൻ കൺട്രീസിനാണ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത്. There is growing public anger that certain companies are being granted patents for products and technologies that make use of the genetic materials, plants, and other biological resources that have long been identified, developed, and used by farmers and indigenous people of a specific region or country. അതായത് ഒരു സ്പെസിഫിക് റീജിയൻ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കൺട്രിയിൽ അവിടുത്തെ ഫാമേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബയോളജിക്കൽ റിസോഴ്സസ്, അല്ലെങ്കിൽ ഇപ്പം അവര് ബ്രീഡ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ്, അല്ലെങ്കിൽ അവര് മോഡിഫൈ ചെയ്തിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽസ്, ഇതിന്റെയൊക്കെയും പാറ്റൻസി ചിലപ്പോൾ വേറെ കമ്പനീസ് കൊണ്ടുപോകും, പാറ്റന്റ് എടുക്കും. അപ്പം അതിനെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ പിന്നീട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് പാറ്റന്റ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത് ഓൾറെഡി ഉള്ളത് ആർക്കാണ്, ഇത് ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആരാണ്, ഓൾറെഡി വേറെ സ്പെസിഫിക് റീജിയൻ അല്ലെങ്കിൽ കൺട്രിയിലുള്ള ഫാമേഴ്സ് ആണ്. പക്ഷെ അവർക്ക് അതിനെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാകുമ്പോൾ മറ്റുള്ള കമ്പനീസ് എന്ത് ചെയ്യും, ഇവരുടെ ഇത് തട്ടിയെടുത്തിട്ട് പാറ്റൻസി കൈവശമാക്കും. അപ്പം അതൊക്കെ എന്താണ്, പാറ്റന്റ് ഇഷ്യൂസിൽ വരുന്നതാണ്. റൈസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫുഡ് ഗ്രെയിൻ, നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്.
the presence of which goes back thousands of years in Asia's agricultural history. നമുക്കറിയാം ഒരുപാട് ഇപ്പൊ 2 lakh വെറൈറ്റീസ് ഉണ്ട് റൈസിന് ഇന്ത്യയിൽ തന്നെ. അതുപോലെ തന്നെ ഏഷ്യയിലെ അഗ്രികൾച്ചറൽ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് മുന്നേ തന്നെ ഈ റൈസിനെ ഇവിടെ കൾട്ടിവേറ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ഇനി ദ ഡൈവേഴ്സിറ്റി ഓഫ് റൈസ് ഈസ് റിച്ച് ഇൻ ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ഈ വേൾഡിൽ തന്നെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ റൈസിന്റെ ഡൈവേഴ്സിറ്റി ഉള്ളത്. ബസ്മതി റൈസ് ഈസ് ഡിസ്റ്റിങ്ക്ട് ഫോർ ഇറ്റ്സ് യൂണിക് അരോമ ആൻഡ് ഫ്ലേവർ. അപ്പൊ നമ്മൾ ഓൾറെഡി പരസ്യത്തിലൊക്കെ കേൾക്കുന്നതാണ് ബസ്മതി റൈസിനെ പറ്റി. അപ്പൊ നമുക്കറിയാം അതിന് ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെത് യൂണിക് ആയിട്ടുള്ള അരോമയും ഫ്ലേവർ ഒക്കെ ഉണ്ട് ആർക്ക് ഈ ബസ്മതി റൈസിന്. 27 documented varieties of basmati are grown in India. 27 varieties ഉണ്ട് ഇന്ത്യയിൽ തന്നെ ബസ്മതി റൈസ് ഗ്രോൺ ചെയ്യുന്നുണ്ട്. There is reference to basmati in ancient texts, folklore and poetry as it has been grown for centuries. അതായത് ഒരുപാട് സെഞ്ചുറീസ് ആയിട്ട് തന്നെ ഇത് കൾച്ചർ ചെയ്യുന്നത് കൊണ്ട് എന്തുണ്ട് ഈ ബസ്മതി റൈസിനെ പറ്റിയിട്ട് ആൻഷ്യൻ ടെക്സ്റ്റില്, ഫോക്ലോറില്, പോയട്രിയിലൊക്കെയും ഇതിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബസ്മതി റൈസ് ഇപ്പോൾ ഉള്ള ഈ ഒരു കാലത്ത് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ സെഞ്ചുറീസ് മുമ്പ് തന്നെ നമ്മൾ ഇത് കൾട്ടിവേറ്റ് ചെയ്ത് പോരുന്ന ഒന്നാണ്. In 1997, an American company called Patent Rights on Basmati Rice through the US Patent and Trademark Office. അതായത് ഇപ്പൊ 1997 അമേരിക്കൻ കമ്പനി എന്ത് ചെയ്തിട്ടുള്ളത് ബസ്മതി റൈസിന്റെ പാറ്റന്റ് എടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഒരുപാട് ഏഷ്യൻ നേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനെ കൾച്ചർ ചെയ്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിലും ആരാണ് ഇതിന്റെ പാറ്റന്റ് കൊണ്ടുപോയത്? അമേരിക്കൻ കമ്പനിയാണ്. കാരണം അവരിത് കണ്ടുപിടിച്ചു, അപ്പം അവരതിന്റെ പാറ്റൻസി എടുത്തു, US പാറ്റന്റ് എടുത്തു. This allowed the company to sell a new variety of basmati in the US and abroad. യുഎസിലായാലും അബ്രോഡിലായാലും ഈ ഒരു കമ്പനിക്കാണ് പുതിയ ബസ്മതി റൈസിന്റെ വെറൈറ്റീസ് സെൽ ചെയ്യാനുള്ള ഓർഡർ അല്ലെങ്കിൽ സെൽ ചെയ്യാനുള്ള റൈറ്റ് ആർക്കാണ്? ഈ ഒരു കമ്പനിക്കാണ്. This new variety of basmati had actually been derived from Indian farmer varieties. അപ്പം ഇത് ഓൾറെഡി എടുത്തിട്ടുള്ളത് ആരുടെ നിന്നാണ്? ഇന്ത്യൻ ഫാമേഴ്സിന്റെ കയ്യിൽ നിന്നാണ്. ഇന്ത്യൻ ഫാമേഴ്സ് ഇത് ഓൾറെഡി എടുത്തിട്ടുള്ള അവർ ഓൾറെഡി കൾച്ചർ ചെയ്യുന്ന വെറൈറ്റി ആണത്, കൾട്ടിവേറ്റ് ചെയ്യുന്ന വെറൈറ്റി ആണത്. ബട്ട് ഇതിന്റെ പാറ്റന്റ് ആരാണ് എടുത്തത്? US ആണ്. ഓക്കെ, അമേരിക്കൻ കമ്പനിയാണ്. Then the Indian basmati was crossed with semi-dark varieties and claimed as an invention or a novelty. അപ്പം ഇന്ത്യൻ ബസ്മതി റൈസ് ഒരു സെമി ഡാർക്ക് വെറൈറ്റി ആയിട്ട് ക്രോസ് ചെയ്തിട്ടാണ് ഇവർ അതിന്റെ പാറ്റൻസി എടുത്തിട്ടുള്ളത്. The patent extends to functional equivalence, implying that other people selling basmati rice could be restricted by the patent. അതായത് ഈ ഒരു പാറ്റന്റ് വഴി അവർക്ക് എന്ത് കിട്ടി? ഈ ഒരു ബസ്മതി റൈസിന്റെ വെറൈറ്റി സെൽ ചെയ്യാനുള്ള റൈറ്റ് ആർക്ക് കിട്ടി? ഈ ഒരു അമേരിക്കൻ കമ്പനിക്ക് കിട്ടി. അപ്പൊ ബാക്കിയുള്ളവർക്ക് അതിനെ സെൽ ചെയ്യാനുള്ള ഒരു റൈറ്റ് ഇല്ല. അതാണ് അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. പാറ്റന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് സെൽ ചെയ്യാനുള്ള ആ ഒരു റൈറ്റ് ആ ഒരു പാറ്റന്റ് എടുത്ത ആൾക്ക് മാത്രമാണ് ഉണ്ടായിരിക്കുക. Several attempts have also been made to patent uses, products and process based on Indian tradition herbal medicines like turmeric and neem. ടെർമറിക്കും നീമും ബസ്മതി റൈസ് മാത്രമല്ല അവർ നമ്മുടെ നിന്ന് കൊണ്ടുപോയത്, ടെർമറിക്കും നീമിനും അവരെന്ത് ചെയ്തിട്ടുണ്ട്? പാറ്റന്റ് എടുത്തിട്ടുണ്ട്. ടെർമറിക്കും നീമും നമുക്കറിയാം ആന്റി ബാക്ടീരിയൽ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതാണ് ടെർമറിക്കിനും നീമിനൊക്കെ. പക്ഷെ അതിന്റെ പാറ്റന്റ് ആർക്കാണ്? നമുക്കല്ല. അതും ഇതുപോലെ അമേരിക്കൻ കമ്പനീസിനാണ് പാറ്റന്റ് ഉള്ളത്. അപ്പൊ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ നിന്നും ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടാക്കുക, സെൽ ചെയ്യാന്നുള്ള ആ ഒരു പാറ്റൻസി ആർക്കാണുള്ളത്? അമേരിക്കൻ കമ്പനീസിനാണ് ഉള്ളത്. If you are not vigilant and we do not immediately counter these patent applications, other countries' individuals may encash on our rich legacy and we may not able to do anything about it. അതായത് ഇനിയും നമ്മൾ ഇതിനെ കുറിച്ച് ബോധേഡ് ആയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള പാറ്റന്റ് ആപ്ലിക്കേഷൻസ് നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന ട്രഡീഷൻസിൽ എടുത്തിട്ടില്ലെങ്കിൽ അതും മറ്റുള്ള കൺട്രീസ് കൊണ്ടുപോകുന്നാണ് പറയുന്നത്.
അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് പാറ്റന്റ് എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് ഓൾറെഡി നമ്മുടെ ഫാമേഴ്സിനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ബസ്മതി റൈസിന്റെയും നീമിന്റെയും ടെർമറിക്കിന്റെ ഒക്കെ പാറ്റന്റ് ആര് കൊണ്ടുപോയത്? ഫോറിൻ കൺട്രീസ് കൊണ്ടുപോയത്. അതുകൊണ്ട് പാറ്റന്റ് കൊണ്ടുപോയത് വഴി എന്താണ് ഉണ്ടായത്? അത് സെല് ചെയ്യാനുള്ള റൈറ്റ് പാറ്റന്റ് എടുത്ത ആൾക്ക് മാത്രമാണ് ഉള്ളത്. നമുക്ക് ആ ഒരു റൈറ്റ് ഇല്ല. അപ്പൊ നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിലും അത് സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആര് നമുക്ക് റൈറ്റ് തരണം? ഈ പാറ്റന്റ് എടുത്ത ആള് നമുക്ക് റൈറ്റ് തരണം. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിനെ സെല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ കൾച്ചർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഈ ടെർമറിക്കും നീമും ബസ്മതി റൈസൊക്കെയും സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആര് സമ്മതിക്കണം? ഫോറിൻ കൺട്രീസ്, ഈ പാറ്റന്റ് എടുത്തിട്ടുള്ള ഫോറിൻ കൺട്രീസ് സമ്മതിക്കണം. അതാണ് പാറ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, പാറ്റന്റിന്റെ ഫീച്ചർ. പാറ്റന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ആ ഒരു പാറ്റന്റ്, ഒരു ആള് ഒരു സംഭവം കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഒരു ഇപ്പൊ മെഷീനൊക്കെ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ ആൾ എന്ത് ചെയ്യും? അതിന് പാറ്റൻസി എടുക്കും. ഇനി അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരുടെ അടുത്തുനിന്ന് റൈറ്റ് മേടിക്കണം? ഈ ഒരു പാറ്റന്റ് എടുത്ത ആളുടെ അടുത്തുനിന്ന് ചോദിക്കണം. എന്നിട്ട് അപ്രൂവൽ ചോദിക്കണം. അങ്ങനെ ആൾ അപ്രൂവൽ തന്നാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് അത് സെല് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അതാണ് പാറ്റന്റിന്റെ കാര്യം എന്ന് പറയുന്നത്. ദെൻ ബയോപൈറസി. Biopiracy is the term used to refer to use of bioresources by multinational companies and other organizations without proper authorization from the countries and people concerned without compensatory payment. ഇപ്പൊ പാറ്റന്റ്, ഇപ്പം ഈ ഒരു അമേരിക്കൻ കമ്പനീസ് നമ്മുടെ ബസ്മതി റൈസിന്റെയും ടെർമറിക്കിന്റെയും നീമിന്റെയും പാറ്റന്റ് കൊണ്ടുപോയി നമ്മൾ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ ഒരു ബയോപൈറസി എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ബയോപൈറസി ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു കൺട്രിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിന്റെ എന്തെങ്കിലും ഇപ്പൊ ബയോ റിസോഴ്സസ് നമ്മൾ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ് അത് യൂസ് ചെയ്യാൻ കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ ആരിനെ നമ്മൾ ചോദിക്കണം? ഈ ഒരു ഓൾറെഡി ഇതിനെ യൂസ് ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാരോട് നമ്മൾ ചോദിക്കണം. അതിന് കോമ്പൻസേറ്ററി പേയ്മെന്റ്സ് കൊടുക്കുകയും വേണം. അങ്ങനെ പ്രോപ്പർ അതോറൈസേഷൻ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിനാഷണൽ കമ്പനീസ് ഇതുപോലുള്ള ബയോ റിസോഴ്സസ്, നമ്മുടെ ബയോ റിസോഴ്സ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതെന്താണ്? ബയോപൈറസി ആണ്. ഓക്കെ. Most of the industrialized nations are rich financially but poor in biodiversity and traditional knowledge. ഇപ്പൊ നമുക്കറിയാം അമേരിക്കൻ കൺട്രീസ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരുപാട് ഫിനാൻഷ്യലി അവർ റിച്ച് ആണെന്നുണ്ടെങ്കിലും ബയോഡൈവേഴ്സിറ്റി അതുപോലെ തന്നെ ട്രഡീഷണൽ നോളജ് ഒന്നും അവർക്ക് ഉണ്ടായിരിക്കില്ല. ബയോഡൈവേഴ്സിറ്റിയും ട്രഡീഷണൽ നോളജ് ഒക്കെ ആർക്കാണ് ഏറ്റവും കൂടുതലുള്ളത്? നമുക്കാണ്. In contrast, the developing and underdeveloped world is rich in biodiversity and traditional knowledge related to bioresources. So bioresources, ഈ ബയോറിസോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്ട്സ്. അപ്പം അതിനെപ്പറ്റിയൊക്കെയും ഒരു അറിവുള്ളത് ആർക്കായിരിക്കും? അണ്ടർ ഡെവലപ്ഡ് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിനായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? അവിടെ പുതിയ പുതിയ ഇൻഡസ്ട്രിയലൈസേഷനോ അർബനൈസേഷനോ ഒന്നും വരാത്തത് കൊണ്ട് തന്നെ ബയോഡൈവേഴ്സിറ്റി അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ട്രഡീഷണൽ നോളജ് അതിനെ പറ്റിയിട്ടും ഉണ്ടായിരിക്കും. Traditional knowledge related to bioresources can be exploited to develop modern applications and can be used to save time, effort, expenditure during their commercialization. അപ്പൊ ഈ ട്രഡീഷണൽ നോളജിനെ, അതായത് ബയോറിസോഴ്സസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള ട്രഡീഷണൽ നോളജിനെ ആര് എക്സ്പ്ലോയിറ്റ് ചെയ്യും? ഇങ്ങനെയുള്ള ഫോറിൻ കൺട്രീസ് ഒക്കെയും എക്സ്പ്ലോയിറ്റ് ചെയ്യും. എന്നിട്ട് അതിന് കുറെ മോഡേൺ ആപ്ലിക്കേഷൻസ് കൊണ്ടുവരും. അപ്പം അത് ആർക്ക് സേവ് ടൈം എഫേർട്ട് ഒക്കെ സേവ് ചെയ്യുന്നതാണ്? ഈ ഫോറിൻ കൺട്രീസിന് അവരുടെ ടൈമും എഫേർട്ട് ഒക്കെ സേവ് ചെയ്തിട്ട് ഇതുപോലുള്ള ഒരുപാട് പാറ്റൻസ് അവർക്ക് കൈക്കലാക്കാനായിട്ട് പറ്റും. There has been growing realization of the injustice, inadequate compensation and benefit sharing between developed and developing countries. Therefore, some nations are developing laws to prevent such unauthorized exploitation of their bioresources and traditional knowledge. അപ്പം ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി, നമ്മുടെ ഇന്ത്യയിൽ നിന്നും ടെർമറിക്കും നീമും അതുപോലെ ബസ്മതി റൈസൊക്കെയും അതിന്റെ പാറ്റന്റ് ഒക്കെ മറ്റുള്ളവർ കൊണ്ടുപോയി, മറ്റുള്ള അമേരിക്കൻ കമ്പനീസ് കൊണ്ടുപോയെന്നുണ്ടെങ്കിലും നമുക്ക് അവർ കോമ്പൻസേഷനോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല. അപ്പൊ അതിനാണ് ബയോപൈറസി എന്ന് പറയുന്നത്. ഈ ഒരു ലോ കൊണ്ടുവന്നത് തന്നെ നമ്മുടെ ട്രഡീഷണൽ നോളജ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഓതറൈസേഷൻ അതുപോലെ തന്നെ കോമ്പൻസേഷൻ ഒക്കെയും കൊടുക്കണം. അല്ലെങ്കിൽ അതെന്താണ്? എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അപ്പൊ അതിനെതിരായിട്ടുള്ള ഒരുപാട് ലോസും കാര്യങ്ങളും എവിടെ ഉണ്ട്? ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിലായാലും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലായാലും ഉണ്ട്. കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ അതെന്താവും? ബയോപൈറസിയാവും.
The Indian Parliament has recently cleared the second amendment of the Indian Patent Bill that takes such issues into consideration, including patent terms, emergency provisions, and research and development initiatives. അതായത് ഇപ്പോൾ വേറെ കൺട്രീസ് നമ്മുടെ കൺട്രിയിൽ വന്നിട്ട് എന്തെങ്കിലും ബയോറിസോഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ നോളജ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ ഓതറൈസേഷൻ ഇല്ല, അതുപോലെ അതിന് കോമ്പൻസേഷൻസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലോ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അതിന് വന്നിട്ടുള്ള ഒരു അമെന്റ്മെന്റ് ആണ് സെക്കൻഡ് അമെന്റ്മെന്റ് ഓഫ് ഇന്ത്യൻ പാറ്റന്റ് ബിൽസ്. അപ്പൊ ഇന്ത്യൻ പാറ്റന്റ് ബില്ലിന് അതിനോടനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, അമെന്റ്മെന്റ് വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കേസ് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബയോപൈറസി അതുപോലെ പാറ്റന്റ് അതിനൊക്കെ പറ്റി പഠിക്കാനുള്ളത്. ഇനി ഒരുപാട് എത്തിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഒരു ഓർഗാനിസത്തിനെ നമ്മൾ ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാന്നുള്ളതല്ല, മാനിപ്പുലേറ്റ് ചെയ്യാന്നുള്ളതല്ല. ഹ്യൂമൻ റേസിന് യൂസ്ഫുൾ ആയിരിക്കണം, അതുപോലെ തന്നെ ഹ്യൂമൻസിന് ഒരിക്കലും അത് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനും പാടില്ല. ഇനി ഈ ലിവിങ് ഓർഗാനിസത്തിന് തന്നെ നമ്മൾ ഒരു മൊറാലിറ്റി നോക്കിയിട്ട് വേണം ലിവിങ് ഓർഗാനിസത്തിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ. അല്ലാതെ ഇപ്പൊ നമ്മൾ ഹ്യൂമൻസ് അല്ലാന്ന് വെച്ച് ഏതൊരു ആനിമലിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ള ആ ഒരു റൂള് ഇല്ല, അതൊക്കെ മൊറാലിറ്റിക്ക് എതിരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് എത്തിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ട്രാൻസ്ജെനിക് ആനിമൽസിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും, അതൊക്കെ അഡ്വാൻറ്റേജസ് ആണ്. ട്രാൻസ്ജെനിക് ആനിമൽസ് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ആണ്. ഇനി ഇതുപോലുള്ള GM ഓർഗാനിസംസിനെ പറ്റിയിട്ട് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാൻ, അതിന് അപ്രൂവൽ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി ഉണ്ട്. ഓക്കെ, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി GEAC. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ബയോടെക്നോളജി ആൻഡ് ആപ്ലിക്കേഷൻസിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒരു സമ്മറൈസ് ചെയ്യാം. അതായത് ബയോടെക്നോളജി ഹാസ് ഗിവൺ ടു ഹ്യൂമൻസ് several useful products by using microbes, plants, animals, and their metabolic machineries. അതായത് ബയോടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്, ഹ്യൂമൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആരിൽ നിന്നും ഉണ്ടാക്കാൻ, മൈക്രോബ്സ്, പ്ലാന്റ്സ്, ആനിമൽസിൽ നിന്നും ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ മെഷീനറീസ് യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, യൂസ്ഫുൾ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബയോടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽഡ് തന്നെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിന്റെ ഫംഗ്ഷൻ അതാണ്. Recombinant DNA technology has made it possible to engineer microbes, plants, and animals such that they have novel capabilities. Recombinant DNA technology ആരാണ് യൂസ് ചെയ്യുന്നുണ്ട്, ഈ മൈക്രോബ്സിനെയും പ്ലാന്റ്സിനെയും ആനിമൽസിനെയൊക്കെ എഞ്ചിനീയർ ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ DNA മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരുപാട് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. Genetically modified organisms has been created by using methods other than natural methods to transfer one or more genes from one organism to another, generally using techniques such as recombinant DNA technology. അപ്പം ഈ ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, റീകോംബിനന്റ് DNA ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് വേറൊരു ഓർഗാനിസത്തിന്റെ ജീനിനെ നമ്മൾ വേറൊരു ഓർഗാനിസത്തിലോട്ട് ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതുവഴി നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഓർഗാനിസത്തിന് അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് പറയുന്നത്. Then GM plants have been useful in increasing crop yields, reduce post-harvest losses, and make crops more tolerant of stresses. There are several GM crops plants which improve nutritional value of foods and reduce reliance on chemical pesticides. ഓക്കെ, അപ്പൊ നമ്മൾ GM പ്ലാന്റ്സിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. GM പ്ലാന്റ്സ് അല്ലെങ്കിൽ GM ക്രോപ്സ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ക്രോപ്പ് ഈൽഡ് കൂട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഹാർവസ്റ്റ് ചെയ്യുന്നത് മുമ്പേ തന്നെ പെസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ക്രോപ്പ് ഈൽഡ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ GM പ്ലാന്റ്സിനെ യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ സ്ട്രെസ്സസ്, ഇപ്പോൾ ഡ്രോട്ട്, കോൾഡ് അതൊക്കെ വരുന്ന സമയത്ത് അതിനെ ടോളറേറ്റ് ചെയ്യാനും ആർക്ക് പറ്റും, ഈ GM ക്രോപ്സിന് പറ്റും. അതുപോലെ തന്നെ ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഫുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഈ GM ക്രോപ്സിനെ യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ കെമിക്കൽ പെസ്റ്റിസൈഡ്സിന്റെ ഒക്കെ യൂസ് നമുക്ക് ഒരുവിധം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഇവർ ഓൾറെഡി പെസ്റ്റ് റെസിസ്റ്റന്റ് ആണ്, പെസ്റ്റ് റെസിസ്റ്റന്റ് ക്രോപ്സ് ആണ്. ഇവർക്ക് പ്രത്യേകിച്ച് കെമിക്കൽസ് ഒന്നും അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവർ ഓൾറെഡി പെസ്റ്റ് റെസിസ്റ്റന്റ് ആണ്. ഇവര് ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് വേറെ ഒന്നിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് GM പ്ലാന്റ്സിന്റെ കേസ്. ഇനി
അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരുന്നു എന്ത് BT cotton, BT brinjal അതൊക്കെ. Then recombinant DNA technological processes have made immense impact in the area of healthcare by enabling mass production of safe and more effective therapeutics. അതായത് തെറാപ്യൂട്ടിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രഗ്സ് അല്ലെങ്കിൽ മെഡിസിൻസ്. അപ്പം ഹെൽത്ത് കെയർ ആ ഒരു ഏരിയ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു റീകോമ്പിനന്റ് DNA ടെക്നോളജി ഒരുപാട് ഇമ്മൻസ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സിൻസ് the recombinant therapeutics are identical to human proteins. ഈ recombinant therapeutics ഒക്കെ human proteins-ന് identical ആണ്. They do not induce unwanted immunological responses. ഇവർ ഒരിക്കലും അൺവാണ്ടഡ് ആയിട്ടുള്ള immunological responses ഒക്കെ ഉണ്ടാക്കുന്നില്ല. അതായത് അലർജി പോലുള്ളവയൊന്നും ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ആദ്യം യൂസ് ചെയ്തിരുന്ന ഇൻസുലിൻ എന്ന് പറയുന്നത് സ്ലോട്ടേഡ് ആയിട്ടുള്ള പിഗ്സിൽ നിന്ന് എടുക്കുന്ന അവരുടെ പാൻക്രിയാസിൽ നിന്ന് എടുക്കുന്ന ഇൻസുലിൻസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ അതർ ഓർഗാനിസത്തിൽ നിന്ന് നമ്മൾക്ക് നേരിട്ട് ഇൻസുലിൻ യൂസ് ചെയ്യുന്നത് വഴി ഒരുപാട് അലർജീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ റീകോമ്പിനന്റ് DNA ടെക്നോളജി യൂസ് ചെയ്തിട്ട് തെറാപ്യൂട്ടിക്സും വാക്സിൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പം അൺവാണ്ടഡ് ആയിട്ടുള്ള ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് ഒന്നും അവിടെ ഉണ്ടാവുന്നില്ല. ആൻഡ് ആർ ഫ്രീ ഫ്രം റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ആസ് വാസ് ഒബ്സർവ്ഡ് ഇൻ ദ കേസ് ഓഫ് സിമിലർ പ്രോഡക്ട്സ് ഐസൊലേറ്റഡ് ഫ്രം നോൺ ഹ്യൂമൻ റിസോഴ്സസ്. നോൺ ഹ്യൂമൻ റിസോഴ്സസ് എടുക്കുന്നത് വഴി ഒരുപാട് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊന്നും ഒരിക്കലും ഈ ഒരു റീകോമ്പിനന്റ് DNA ടെക്നോളജി വെച്ച് ഉണ്ടാക്കുന്ന മെഡിസിനും കാര്യങ്ങളും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ഇൻഫെക്ഷനും അല്ലെങ്കിൽ അതുപോലെയുള്ള അലർജീസും കാര്യങ്ങളൊന്നും കോസ് ചെയ്യുന്നില്ല. In human insulin is made in bacteria, yet its structure is absolutely identical to that of natural molecule. ഹ്യൂമൻ ഇൻസുലിൻ ബാക്ടീരിയയിൽ നിന്നാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു ഈ കളയുന്നു. പക്ഷെ ഇതൊരിക്കലും നാച്ചുറൽ മോളിക്യൂളിന് ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ഡിസിമിലർ അല്ല, സിമിലർ ആണ്. നാച്ചുറൽ ഇൻസുലിൻ മോളിക്യൂളിനെ വെച്ച് നോക്കുമ്പോൾ സിമിലർ ആണ്. Then transgenic animals are also used to understand how genes contribute to the development of a disease by serving as a model for human diseases like cancer, cystic fibrosis, rheumatoid arthritis and Alzheimer's. ഈ പറഞ്ഞിട്ടുള്ള ഡിസീസ്, ക്യാൻസർ, സിസ്റ്റിക് ഫൈബ്രോസിസ്, റിമറ്റോയിഡ് ആർത്രൈറ്റിസ്, അൾഷിമേഴ്സ്, ഇതിനൊക്കെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്ജനിക് മോഡൽസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ട്രാൻസ്ജനിക് മോഡൽസിനെ വെച്ചിട്ട് നമുക്ക് ഈ ഡിസീസിനൊക്കെ പറ്റി പഠിക്കാം. ഈ ഡിസീസിനെ പറ്റി പഠിക്കുന്നത് എന്തിനാ? ഒരുപാട് ട്രീറ്റ്മെന്റ്സ്, ഡയഗ്നോസിസും പുതിയത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ട്രാൻസ്ജനിക് ആനിമൽസിനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ഡിസീസിനെ പറ്റി പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ ട്രീറ്റ്മെന്റ്സിനെയും കാര്യങ്ങളിനെയും ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനും പറ്റുന്നുണ്ട്. Gene therapy is the insertion of genes into an individual cells and tissues to treat diseases, especially hereditary diseases. Hereditary diseases ഒരിക്കലും നമുക്ക് മെഡിസിൻസ് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക്സ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യൂർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് തന്നെ യൂസ് ചെയ്യണം, ആ ഒരു ഹെറിഡിറ്ററി ഡിസീസ് കോസ് ചെയ്യുന്ന ജീനിൽ ഓൾട്ടർ ചെയ്യണം. ജീനിനെ ഓൾട്ടർ ചെയ്യണം. അപ്പം ആ ഒരു ജീനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് ജീൻ തെറാപ്പി. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എംബ്രിയോ ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇതുപോലുള്ള ഹെറിഡിറ്ററി ഡിസീസസ് ഒക്കെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സിക്കിൾ സെൽ അനീമിയ, തലാസീമിയ പോലത്തെ ഉള്ളതൊക്കെയും എന്താണ്, ജനറ്റിക് ഡിസീസസ് ആണ്. അപ്പൊ ഇതുപോലെയുള്ളതൊക്കെയും എംബ്രിയോ സമയത്ത് അല്ലെങ്കിൽ കുറച്ചും കൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചൈൽഡ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഡയഗ്നോസ് ചെയ്യാന്നുണ്ടെങ്കിൽ ജീനിലെ ഓൾട്ടറേഷൻ വരുത്തി നമുക്ക് അതിനെ ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. It does so by replacing a defective mutant allele with a functional one or gene targeting which involves gene amplification. അപ്പം നമുക്ക് ടാർഗറ്റിംഗ് ആയിട്ടുള്ള ജീനിന് അത് ആംപ്ലിഫിക്കേഷൻ വരുത്തി. ആംപ്ലിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? PCR ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ PCR ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ആംപ്ലിഫിക്കേഷൻ വരുത്തി ആ ടാർഗറ്റ് ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ആ ഒരു ഡിസീസിനെ ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അതാണ് ജീൻ തെറാപ്പി. ജീനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ക്യൂർ ചെയ്യുന്ന കേസ്, അതാണ് എന്ത്, ജീൻ തെറാപ്പി. Viruses that attack their host and introduce their genetic material into the host cell as part of their replication cycle are used as vectors to transfer healthy genes or more recently portions of genes. അതായത് ഇപ്പൊ നമ്മൾ വൈറസസ് ഒക്കെ, റിട്രോ വൈറസസ് ഒക്കെ നമുക്കറിയാം ഹ്യൂമൻസിന് ക്യാൻസർ കോസ് ചെയ്യുന്നതാണ് റിട്രോ വൈറസസ്. പക്ഷെ അത് യൂസ് ചെയ്തിട്ട് അതിനെ ഇനാക്റ്റീവ് ആക്കിയിട്ട് അതിനെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതുപോലെയുള്ള ജീൻസിനെ ഹ്യൂമൻസ് അല്ലെങ്കിൽ ഹ്യൂമനിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഹെൽത്തി ജീൻസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റിട്രോ വൈറസസ്. ഓക്കെ, ദെൻ അപ്പം ഈ റിട്രോ വൈറസസ് ഇവിടെ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? വെക്ടേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. Then
The current interest in the manipulation of microbes, plants, and animals has raised serious ethical questions. അപ്പം ഇപ്പൊ നമ്മള് ന്യൂസ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഒരുപാട് GM ക്രോപ്സ് അല്ലെങ്കിൽ GM ഓർഗാനിസംസിനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് വെച്ചിട്ട്. പക്ഷെ അവിടെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒരുപാട് ഡിസീസ് അല്ലെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനെപ്പറ്റി ഇപ്പൊ ഇവർ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് മേ ബി ഇവർക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പം എപ്പോഴും നമുക്കറിയാലോ ഓരോ ഇപ്പൊ ഹ്യൂമൻസ് എടുക്കുകയാണെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസും ഡിഫറെന്റ് ആണ്. അപ്പൊ അവരിനെ അലർജി കോസ് ചെയ്യുന്നതായിട്ടുള്ള ജീൻസും ഡിഫറെന്റ് തന്നെയായിരിക്കും. അപ്പൊ ഇതുപോലെയുള്ള മൈക്രോബ്സ്, പ്ലാന്റ്സ്, ആനിമൽസ്, ജിയും അതായത് ജനറ്റിക്കൽ എഞ്ചിനീയർഡ് മൈക്രോബ്സും പ്ലാന്റ്സ്, ആനിമൽസ് ഒക്കെയും ചിലപ്പോ ചില ഇൻഡിവിജ്വൽസിൽ ഇതുപോലെയുള്ള ഡിസീസ് അല്ലെങ്കിൽ അലർജീസും കാര്യങ്ങളൊക്കെയും കോസ് ചെയ്യുന്നുണ്ടാകാം. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് എത്തിക്കൽ ക്വസ്റ്റ്യൻസ്, അതുപോലെ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമുക്ക് ന്യൂസിലും കാണാം. അപ്പൊ അതൊക്കെ എന്താണ്, കറണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ കറണ്ട് ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതെല്ലാം എന്താണ്, കറണ്ട് അഫയേഴ്സിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പൊ ന്യൂസ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ GM ഓർഗാനിസംസ് അല്ലെങ്കിൽ GM ക്രോപ്സ് അല്ലെങ്കിൽ ഇപ്പോ അതിനോട് അനുബന്ധിച്ച് നടക്കുന്ന ന്യൂസസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ അതൊക്കെയും പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആണ്. കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇത്രയാണ് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ആ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ഓക്കെ, ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ഇതെന്തായാലും ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്രോസസ്സ്, പ്രിൻസിപ്പിൾസും ടൂൾസും കാര്യങ്ങൾ കുറച്ചും കൂടി കൂടുതലായിട്ട് നോക്കാം. അതുപോലെ ഇപ്പം നമ്മൾ പറയുന്ന ട്രാൻസ്ജെനിക് കൗവിന്റെ പേര് റോസി, അപ്പൊ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും പഠിക്കാം. അതുപോലെ തന്നെ ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം, ബയോപൈറസി പാറ്റേൺ, അങ്ങനെ എത്തിക്കൽ ഇഷ്യൂ, അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഓവറോൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊന്നൊക്കെ ട്വിസ്റ്റിംഗ് എന്നുള്ള രീതിക്കായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. എപ്പോഴും ഓപ്ഷൻസ് നന്നായി റീഡ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറെ അബ്രീവിയേറ്റഡ് ഫോംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ GEAC എന്ന് പറഞ്ഞിട്ടുള്ള കേസിലൊക്കെ. അപ്പം അതിന് നമ്മൾ പ്രോപ്പർ ആയിട്ട് അതിന്റെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കണം. കാരണം ഓപ്ഷൻസ് തരുന്നത് വഴി അല്ലെങ്കിൽ ചോയ്സ് തരുന്നത് വഴി അതിൽ സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ് കാണും. അപ്പൊ നമുക്ക് അത് തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മളത് പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചാൽ മാത്രമാണ് അത് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ പ്രോസസ്സ്, ടൂൾസ് അതൊക്കെ തെറ്റാതെ പഠിച്ചു വെക്കുക. അതൊക്കെ എന്തിന് യൂസ് ചെയ്യുന്നു, ടൂൾസ് എത്രയുണ്ട്, എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, പ്രോസസ്സ് അതിന്റെ സ്റ്റെപ്പ്, പ്രോസസ്സിന്റെ സ്റ്റെപ്പാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. സ്റ്റെപ്പ് പഠിക്കുക. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ്, ഏതൊക്കെ പ്രിൻസിപ്പിൾസ് യൂസ് ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് മോളിക്കുലാർ ഡയഗ്നോസിസ് പഠിച്ചു. അതുപോലെ നമ്മൾ പഠിച്ചത് പിന്നെ റീകോംബിനന്റ് DNA ടെക്നോളജി പഠിച്ചു. അതുപോലെ PCR പഠിച്ചു. അങ്ങനെ ഒരുപാട് ടെക്നോളജീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടെക്നോളജീസ് അതിൽ നിന്നും ചോദ്യങ്ങൾ ഒരുപാട് വരും. അതുപോലെ തന്നെ ഇപ്പം ട്രാൻസ്ജെനിക് ആനിമൽസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ക്വസ്റ്റ്യൻസ് വരിക മെഡിസിൻ ഫീൽഡിൽ, ഫുഡ് ആ ഫീൽഡിൽ ഇപ്പം നമ്മൾ പഠിച്ചു ക്രോപ്പിനെ, GM ക്രോപ്സിനൊക്കെ പറ്റി പഠിച്ചു, കോട്ടൺ അത്. അപ്പം അതിൽ ക്രൈജീൻസ് ഉണ്ട്. അപ്പൊ അതിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ GM BT കോട്ടൺ, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ BT കോട്ടൺസ് ഒക്കെയും അവര് സിന്തസൈസ് ചെയ്തിട്ടുള്ളത്, അപ്പൊ അതിന്റെ റീസൺസും കാര്യങ്ങളൊക്കെയും പഠിക്കണം. അതുപോലെ തന്നെ പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് മെഡിസിൻ ഫീൽഡിൽ മെയിൻ ആയിട്ട് പറയുമ്പോൾ ഇൻസുലിൻ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസുലിൻ സിന്തസൈസ് ചെയ്യുന്ന സ്റ്റെപ്സും കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, സ്ലോട്ടേഡ് ആയിട്ടുള്ള പിഗ്സിന്റെ പാൻക്രിയാസ് എന്നൊക്കെയാണ് ഇൻസുലിൻ എടുത്തിരുന്നത്. എന്തുകൊണ്ടാണ് പിന്നീട് അത് ബാക്ടീരിയന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്, അപ്പൊ അതിന്റെ റീസൺ അലർജിക് അല്ലെങ്കിൽ ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസസ് ഉണ്ടാക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള റീസൺ കാര്യങ്ങൾ, ആ റീസൺസ് വരെ നമ്മൾ പഠിച്ചു വെക്കണം. അതാണ് ഇമ്പോർട്ടന്റ്. അങ്ങനെ ട്വിസ്റ്റിംഗ് ആയിട്ടായിരിക്കും ചോദിക്കാം. അപ്പൊ നമുക്ക് ഇത് പഠിക്കുന്ന വഴി ഇൻസുലിൻ എങ്ങനെയാണ് സിന്തസൈസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നുണ്ടാകാം. ബട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇൻസുലിൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു സിറ്റുവേഷൻ വന്നത്, അപ്പൊ അതിന്റെ റീസൺസും കാര്യങ്ങളൊക്കെയും പഠിച്ചു വെക്കണം. അങ്ങനെ റീസൺസിന് വരെ ഈ ഒരു ബയോടെക്നോളജി ഫീൽഡിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ട്വിസ്റ്റിംഗ് ഫീൽഡിൽ ചോദിക്കുമ്പോൾ റീസൺസ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ മെഡിസിൻ ഫീൽഡില്, ഫുഡിന്റെ ഫീൽഡിൽ എങ്ങനെയൊക്കെയാണ് അപ്ലിക്കേഷൻസ് വരുന്നത്. പിന്നെ ട്രാൻസ്ജെനിക് ആനിമൽസിന്റെ കേസിലൊക്കെയാണ് അതൊക്കെയാണ് പഠിക്കേണ്ടത്.
പിന്നെ പൈറസി, പാറ്റന്റ്, പിന്നെ എത്തിക്കൽ ഇഷ്യൂസ് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള സെക്ഷനിൽ നമ്മൾ ബയോടെക്നോളജിയുടെ പ്രോസസ്സ്, ടൂള് അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. പ്രോസസ്സും ടൂളും പ്രിൻസിപ്പിളും ഒക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. എപ്പോഴും ടെസ്റ്റ് ചെയ്തിട്ടാണ് ചോദിക്കുള്ളൂ. നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ വേണ്ടി മാത്രമാണ് അതൊന്ന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഓൾ ദി ബെസ്റ്റ്. ഈ ഒരു മൊഡ്യൂൾ നന്നായിട്ട് പഠിക്കുക. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതെന്നാണ് ചോദിക്കുക. കാരണം ഇപ്പൊ നമ്മുടെ ആ ഒരു സിലബസ് വെച്ച് നോക്കുമ്പോൾ, UG ബയോളജിയുടെ സിലബസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇവിടെയാണ് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാൻ സാധ്യതയുള്ളത്. കാരണം ഇവിടെയാണ് കുറച്ച് പേര് തെറ്റിക്കുന്ന ഇതായിട്ടുള്ള ഫീൽഡൊക്കെ വരുന്നത്. അപ്പൊ ഇതിന്ന് കുറച്ചും കൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇത് നമുക്ക് ഇപ്പം സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇപ്പം UGയിൽ നല്ലൊരു റാങ്കിൽ വരാനായിട്ട് പറ്റും. അപ്പം ഇത് ഏറ്റവും കൂടുതൽ കുറച്ചും കൂടി നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി നോക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.